മുഹറം മാസത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി ആശൂറ നോമ്പാണ്. മുഹറം 10-ൻ്റെ നോമ്പ്. അത് റമദാൻ മാസം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിൻ്റെ മുമ്പ് അറബികൾ നിർബന്ധമായും തന്നെ നോറ്റിരുന്ന ഒരു നോമ്പാണ്. റമദാൻ മാസം നിർബന്ധമായപ്പോഴാണ് ഇതൊരു സുന്നത്ത് നോമ്പിലേക്ക് മാറിയിട്ടുള്ളത്. അത് റസൂലുള്ള അത്ര പ്രാധാന്യത്തോടു കൂടി നിർവഹിച്ചിരുന്ന നോമ്പാണ് മുഹറം മാസത്തിലെ 10-ാം തീയതിയുള്ള നോമ്പ്. പിന്നെ റസൂലുള്ള വഫാത്താകുന്ന വർഷം റസൂലുള്ള പറയുകയുണ്ടായി, ലൈൻ എഷ്തു ഇല കാബിലിൻ ല അസൂമന്ന താസ്യ, അടുത്ത വർഷം ഞാൻ ജീവിക്കുമെങ്കിൽ ഞാൻ 9 നോൽക്കും എന്ന് റസൂലുള്ള പറയുകയുണ്ടായി. കാരണം 10 ആ കാലഘട്ടത്തിൽ ജൂതന്മാർ ഈ മൂസ അലൈഹി ഇസ്ലാമിനെ രക്ഷപ്പെടുത്തിയതിൻ്റെ സന്തോഷ പ്രകടനമായിക്കൊണ്ട് അവർ ആ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ റസൂലുള്ള സഹാബാക്കളോട് പറഞ്ഞു, മൂസാ നബി നമുക്കും എല്ലാവർക്കും വേണ്ടപ്പെട്ട പ്രവാചകനാണ് എന്ന് പറയുകയും അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ആ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നതിന് പുറമെ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ 9 കൂടി ഞാൻ നോൽക്കുമെന്ന് റസൂലുള്ള പറയുകയുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൻ്റെ മുമ്പ് വഫാത്തായി പോവുകയുണ്ടായി. അതുകൊണ്ട് പണ്ഡിതന്മാർ മുഹറം 9-ഉം 10-ഉം നോമ്പ് സുന്നത്തായ നോമ്പാണ്, ശ്രേഷ്ഠമാക്കപ്പെട്ട നോമ്പാണ് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. റസൂലുള്ള നോറ്റിരുന്ന നോമ്പ് മുഹറം 10-ആണ്. മുഹറം 9 റസൂലുള്ള ഈ രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആശുറ നോമ്പിനെ പറ്റി റസൂലുള്ള പറഞ്ഞു, സിയാമു യൗമു ആശുറ അഹ്തസിബ് അലല്ലാഹി അൻ യുകഫിറ സനല്ലത്തി ഖബല, ഒരു വർഷത്തെ, കഴിഞ്ഞ വർഷത്തെ എല്ലാ പാപങ്ങളും, പ്രത്യേകിച്ചും ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് വഴി നമുക്ക് മാപ്പാക്കി തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അപ്പോൾ ഈ മുഹറം നോമ്പ് അത് നമ്മൾ ശ്രദ്ധിക്കണം. മുഹറം മാസം 10-ാം തീയതി. പക്ഷേ ഈ മുഹറം മാസം 10-ാം തീയതി എന്നാണ് എന്നതിനെപ്പറ്റി ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ മാസങ്ങളെ സംബന്ധിച്ച് ദിവസം നിർണ്ണയിക്കുന്നതിൽ പ്രധാനമായും ഒരു 2-3 വീക്ഷണങ്ങളുണ്ട്. ഒന്നാമത്തെ വീക്ഷണം, നമ്മുടെ എല്ലാ മാസവും കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. എല്ലാ മാസവും അപ്പോൾ നമ്മൾ പോയി നോക്കണം. നോക്കിയിട്ട് കണ്ടാൽ ആ മാസം 29-ന് നോക്കണം. കണ്ടിട്ടില്ലെങ്കിൽ 30 തികച്ച് 1-ാം തീയതി ആക്കണം. അത് എല്ലാ മാസവും ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് മാസം കണ്ടെങ്കിൽ മാത്രമേ ഏത് ആരാധനാകർമ്മങ്ങളും നിർവഹിക്കാൻ പാടുള്ളൂ എന്ന വീക്ഷണമുള്ള ആളുകളുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ യാഥാസ്ഥികരായ പണ്ഡിതന്മാർ മിക്കവാറും ഈ അഭിപ്രായക്കാരാണ്. നേരത്തെ പണ്ട് മുതലേ ഈ അഭിപ്രായം പുലർത്തുന്നവരായിരുന്നു അവർ. ഈ എല്ലാ മാസവും കാണണം. രണ്ടാമതൊരു വീക്ഷണമുള്ളത്, ഒരു മാസവും കാണേണ്ടതില്ല. എല്ലാം കണക്ക് കൂട്ടി നമ്മൾ നോമ്പും പെരുന്നാളും മറ്റെല്ലാ സംഗതികളും കണക്ക് കൂട്ടിയാൽ മതി. നമുക്ക് കലണ്ടർ നോക്കി അങ്ങനെ നോമ്പ് അനുഷ്ഠിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് ഈ മാനത്തേക്ക് നോക്കുക എന്നൊക്കെ പറയുന്നത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ കണക്കിനുള്ള സംവിധാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞതാണ്, നിങ്ങൾ നോക്കണം, കാണണം എന്നൊക്കെ റസൂലുള്ള ആ രീതിയിൽ പറഞ്ഞതാണ്. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ മാസവും കലണ്ടർ നോക്കി അങ്ങനെ തന്നെ നമ്മൾ ഈ ആരാധനാകർമ്മങ്ങൾ, നോമ്പും പെരുന്നാളും ഒക്കെ നിർവഹിച്ചാൽ മതി എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു വീക്ഷണം. എന്നാൽ മൂന്നാമത്തെ വീക്ഷണം, ഈ 2 വീക്ഷണത്തിൻ്റെയും മധ്യയുള്ള ഒരു വസത്തായ വീക്ഷണമാണ് നമ്മുടെ 1970 മുതൽ ഹിലാൽ കമ്മിറ്റി നിലനിർത്തി പോരുന്ന വീക്ഷണം. അതായത് അള്ളാഹുവിൻ്റെ റസൂല് ഏതൊക്കെ മാസം കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ ആ മാസമൊക്കെ കാണണം, അല്ലാത്ത മാസങ്ങൾ കാണേണ്ടതില്ല, കലണ്ടർ അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണണം എന്ന് നിർബന്ധമായി കൽപ്പിച്ച മാസങ്ങൾ ഏതാണ്? അത് ഹദീസുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തിഹി വ അൻസിക്കൂലഹ, ഇതാണ് 3 മാസങ്ങൾ. റമദാൻ
കണ്ടാൽ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക. വഫ്തിറൂലി റുയത്തി, അത് ശവ്വാൽ മാസത്തെ പറ്റിയാണ്. നോമ്പ് അവസാനിപ്പിക്കുക, അതും നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. വൻസിക്കൂലഹ, ഹജ്ജ് നിർവഹിക്കുക, അല്ലെങ്കിൽ ബലി ഹജ്ജ് അത് നിങ്ങൾ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുക. 3 മാസത്തെ പറ്റിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണണം എന്ന് കൽപ്പനാസ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ 3 മാസവും നിർബന്ധമായി കണ്ടേ പറ്റൂ. അത് കണക്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല. അത് കാണണം. കണ്ടാൽ 29-ന് നോക്കണം, കണ്ടിട്ടില്ലെങ്കിൽ 30 തികക്കണം. പിന്നെ ആ രീതിയിലാണ് ചെയ്തതാണ്. ഫൈൻ ഉമ്മാലേക്കും ഫക്മിലു സലാസീൻ, കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ 30 തികച്ചുകൊണ്ട് ചെയ്യുക. ഈ പറഞ്ഞിട്ടുള്ളത് ഈ 3 മാസത്തെ പറ്റി മാത്രമാണ്. അപ്പോൾ ബാക്കി മാസത്തെ പറ്റി അങ്ങനെ ഒരു കൽപ്പന നമുക്കില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായും ഏറ്റവും എളുപ്പമുള്ള രീതി എന്നുള്ള നിലക്ക് അത് കലണ്ടർ അനുസരിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ കലണ്ടർ അനുസരിച്ച് ബാക്കിയൊക്കെ ചെയ്യുമ്പോൾ ഇത് മാത്രം എന്താ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അത് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞതാണ്. അതൊരു തഅബ്ബുദിയായ കാര്യമാണ്. അഥവാ അത് നമ്മൾക്ക് മതം നമ്മോട് നിർദ്ദേശിച്ച ഒരു സംഗതിയാണ്. അതിൻ്റെ യുക്തി എന്താണ്, അതെന്താ അങ്ങനെ പറഞ്ഞത്, 3 മാസം പറ്റി മാത്രം എന്താ അങ്ങനെ, ബാക്കിയുള്ളതിനെ പറ്റി എന്താ അങ്ങനെ, അതൊന്നും നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഈ 3 മാസത്തെ പറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 മാസം നമ്മൾ ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ നോമ്പും പെരുന്നാളും നമ്മൾ ആഘോഷിക്കണം, നിർണയിക്കണം. എന്നല്ലാത്ത മാസങ്ങൾ നമ്മൾ വാശി പിടിച്ചുകൊണ്ട് ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെ നടത്തണം എന്ന് വാശി പിടിക്കുന്നത് അതൊരു അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാമെന്നല്ലാതെ അള്ളി റസൂലും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹു റസൂലും കൽപ്പിച്ചിട്ടില്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് നമ്മൾ കലണ്ടർ പ്രകാരവും ആ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും എളുപ്പമുള്ളതും നമുക്ക് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും സുഖമായിട്ടുള്ള സംഗതികളും അതുകൊണ്ട് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ദുൽഹിജ്ജ, ഈ മുഹറം 9, 10 എന്ന് പറയുന്നത് അത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും. 15, 16 ദിവസങ്ങളിലാണ് കലണ്ടർ പ്രകാരം, കലണ്ടറിൽ എഴുതിയ പ്രകാരമാണ് മുഹറം 9ഉം 10ഉം നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. അല്ല എന്നുള്ള അഭിപ്രായമുള്ള ചില ആളുകൾക്കുണ്ട്. അതിൻ്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. എല്ലാ മാസവും കാണണം എന്നുള്ള അഭിപ്രായമുള്ളവർക്ക് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. കാരണം 29-ൽ കണ്ടിട്ടില്ല, അപ്പോൾ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും. ഒരു ദിവസം കാണേണ്ടതില്ല, മുഴുവൻ കണക്ക് പ്രകാരം ചെയ്താൽ മതി എന്നുള്ളവർക്ക് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, കലണ്ടർ പ്രകാരം തന്നെയാവും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ വ്യത്യാസം എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്ത് ഈ എല്ലാ ദിവസവും പിന്നെ 3 മാസം കണ്ടാൽ മതി എന്നുള്ളതിന് എന്തെങ്കിലും വല്ല തെളിവുണ്ടോ എന്ന് ചോദിക്കും. 3 മാസം കണ്ടാൽ മതി എന്നുള്ളതിൻ്റെ തെളിവ് 3 മാസമാണ് നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള കൽപ്പിച്ചിട്ടുള്ളൂ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ തെളിവ്. വേറെ മാസങ്ങളിലൊന്നും കാണണം എന്ന് റസൂലുള്ള നമ്മളോട് കൽപ്പിച്ചിട്ടില്ല. അങ്ങനെ കാണണമെന്ന് കൽപ്പിച്ച വല്ല പ്രമാണവും ഹദീസും ഈ മാസവും കാണണം ഇതാ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, മുഹറം മാസം നിങ്ങൾ കാണണം എന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഉള്ള ഹദീസുകൾ വല്ലതുണ്ടെങ്കിൽ നമ്മൾ ആരെയും ശ്രദ്ധയിൽ ഇക്കാലം വരെ അങ്ങനത്തെ ഒരു ഹദീസ് പെട്ടിട്ടില്ല. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ള കണ്ടിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, മിക്കവാറും അങ്ങനെ തന്നെ ആയിട്ടുണ്ടാവുള്ളൂ, കണ്ടിട്ട് തന്നെ ചെയ്തിട്ടുണ്ടാവുള്ളൂ. റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള എല്ലാ സംഗതിയും അങ്ങനെ തന്നെ ഈ വിഷയത്തിൽ അങ്ങനെ തന്നെ തുടരണം എന്ന് നമ്മോട് പറഞ്ഞിട്ടില്ല. ഉദാഹരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമയം നോക്കാൻ വേണ്ടി നിഴലിനെ നോക്കിയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെയാണ്. അങ്ങനെ തന്നെ നിഴലിനെ നോക്കിയ നിങ്ങൾ ലോകാവസാനം വരെ ചെയ്യാവൂന്ന് റസൂലുള്ള നമ്മളോട് പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ക്ലോക്ക് നോക്കി നമ്മൾ ബാങ്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഒരാൾ വാശി പിടിച്ചിട്ട് ഞാൻ നിഴൽ നോക്കി മാത്രമേ നിസ്കരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ആ വാശിയുള്ള ആളുകൾ അങ്ങനെ ചെയ്യാം എന്നല്ലാതെ അതിന് വേറൊരു പ്രതിവിധി ഇപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ എല്ലാ മാസവും നോക്കിയേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ മാസവും നോക്കും എന്ന് വാശി പിടിയുള്ള ആളുകൾക്ക് ആ രീതിയിൽ ചെയ്യാം. അതിനിപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ നോക്കണം എന്ന് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് 3 മാസത്തെ പറ്റിയാണ്. ആ 3 മാസം എന്തായാലും നോക്കിയേ നമുക്ക് നോമ്പും പെരുന്നാളും നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നതാണ് കേരള ഹിലാൽ കമ്മിറ്റിയുടെ നിലപാട്. അതാണ് നമ്മൾ 1970 മുതൽ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സ്വീകരിച്ചു വരുന്ന രീതി അതാണ്. അതുകൊണ്ട് ഈ രീതി നിങ്ങൾ ഈ മാസത്തെ എപ്പോഴാണ് മുഹറം 9, 10 എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയണത്. അപ്പോൾ അത് കലണ്ടറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും.
അത് എല്ലാവരും ആ കലണ്ടറിലൊന്നും പ്രത്യേകിച്ച് ആരും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എല്ലാ കലണ്ടറും ഒരുപോലെ തന്നെയാണ്. അതനുസരിച്ച് 9-10 നിർവഹിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.